ഈ കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി നീ എന്ത് ചെയ്തു? ദൈവത്തിന് വേണ്ടി നീ എന്ത് ചെയ്തു? നിന്റെ ഹൃദയം നീ കൊടുത്തോ? നീ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചിറങ്ങിയതല്ലേ? നീ പിന്മാറ്റത്തിൽ പോയില്ലേ? മാനുഷിക സമ്മർദ്ദങ്ങൾ, എനിക്കറിയത്തില്ല, ദൈവാത്മാവിനോട് ചില കുടുംബങ്ങളുണ്ട് ഇവിടെ എടുക്കുന്നതെങ്കിലും ആമേൻ കാണുന്ന ഘട്ടങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ഒരു പക്ഷേ സമർപ്പണത്തോട് നീ ഇറങ്ങിയതല്ലേ? നീ മനുഷ്യരെ ഭയന്നല്ലേ? നീ സാഹചര്യത്തെ ഭയന്നല്ലേ? പല വിരലുകൾ വൃത്തിമായോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞവർ, പല കരങ്ങൾ നിന്റെ നേരെ വന്നപ്പോൾ നീ മാറി. നീ ആരെ കണ്ടാണ് ഇറങ്ങിയത്? നീ ശക്തിയോട് ദൈവത്തിനോട് നിന്ന ഒരു പൈതലല്ലേ? ആമേൻ. ദൈവം ആ വ്യക്തിയെ ഇത് കേൾപ്പിക്കും, ടെലികാസ്റ്റ് ചെയ്യും. നന്ദിയോട് ശ്രദ്ധിക്കുന്നു. യേശു ഉപമകൾ പറയുമ്പോൾ വഴിയരികിൽ വീണ വിത്ത്, പാറപ്പുറത്ത് വീണ വിത്ത്, മുള്ളിനിടയിൽ വീണ വിത്ത്, നല്ല നിലത്ത് പാറപ്പുറത്തൂടെ വചന നിമിത്തവും ഉപദ്രവവും ഞെരുക്കവും വന്നാൽ അങ്ങനെയൊക്കെ നിങ്ങൾ പോയോ? ഇവിടെയൊക്കെ നിന്ന് ഒന്നുമില്ലയോ? അങ്ങനെയൊക്കെ മാറേണ്ട കാര്യമുണ്ട്. ഇവിടെ നിന്ന് ആരാധിച്ചാൽ പോരായോ? നിന്റെ മൃഗങ്ങളെയും നിന്നെയും കൊണ്ട് ഇവിടെ വന്ന് മോശ പറഞ്ഞില്ല, 3 വഴി ദിവസം ദൂരം ഞങ്ങൾക്ക് പോകണം. ഒരു വേർപാടുണ്ട്. നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. ഞാൻ ആത്മാവത്സത്തിൽ ആരാധിക്കണം. യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചവരുടെ നടുവിൽ നിനക്ക് ദൈവത്തെ ആരാധിക്കണം. പാപികളുടെ നടുവിൽ നിന്നല്ല എനിക്ക് ഞങ്ങൾക്ക് ആരാധിക്കണം. ശുദ്ധീകരിക്കപ്പെടാത്ത നടുവിലല്ല. രക്ഷ ഏറ്റെടുക്കുക. സഭ കറ, ചുളുക്കം, മാലിന്യം, വാട്ടം ഇല്ലാത്ത മണവാട്ടിയായി ആ നീതിയുടെ വസ്ത്രം മണവാളം തലപ്പവടയുന്ന പോലെ, മണവാട്ടി ആഭരണങ്ങളെ തന്നെ താൻ അലങ്കരിക്കും പോലെ രക്ഷാവസ്ത്രം അവനെ ധരിപ്പിച്ചു. നീതിയുടെ അങ്കി, ആ ദൈവത്തിന്റെ കൃപ അനുഭവിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുഭവിച്ചുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ആദ്യത്തെ അപ്പോടെ എനിക്ക് കൊണ്ട് തരുക. പിന്നെ നിനക്ക് നിന്റെ മകനും വേണ്ടിയുണ്ട്. രണ്ടാമതാ കുഞ്ഞെ, ആദ്യത്തെ അതാണ് ദൈവം ആ ദശാംശമൊക്കെ വെച്ചിരിക്കുന്ന. അതാണ് ഓഹരി. ആ പുതിയ നിയമത്തിലേക്ക് വരും. ഇതെല്ലാം ദൈവം മാനിക്കുന്നതിന് ഭാഗം. ആദ്യം അവനെ, അതാണ് അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും പ്രാകാരങ്ങൾ സ്തുതിയോടും. വെറുമൊരു സാമ്പത്തിക കാര്യങ്ങൾ മാത്രമല്ല, അവർ ഹൃദയം, മനസ്സ്, സമർപ്പണം ഇതെല്ലാം കൂടെ ചേരുന്നതാണ്. അതാണ് പ്രഭാതത്തിൽ എഴുന്നേറ്റ് മണിക്കൂറുകൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ രാവിലെ എഴുന്നേറ്റോ 2-3 മണിക്കൂർ കർത്താവിനോട് ഇരിക്കാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ഞാൻ വേറൊരു കാര്യം ചെയ്യാനായിട്ട് തുണിയത്തില്ല. ഏറ്റവും നല്ലത് കർത്താവിനോട്. ആദ്യം മുൻപേ അവന്റെ രാജ്യവും നീതിയും, അതോടുകൂടെ സകലതും. ആമേൻ. ഞാൻ മുമ്പോട്ട് പോട്ടെ. കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയില്ല. ആമേൻ. യഹോവ ഭൂമിയിൽ മഴ പെയ്യുന്നു. യോലിയാവെ നീയല്ലേ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടല്ല. അതേ ദൈവം പറഞ്ഞ വാക്കാണ്. 3.5 വർഷക്കാലം, 3 ആണ്ടും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. പിന്നെ താൻ വീണ്ടും പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ആ ഭാഗങ്ങൾ ധ്യാനിക്കാൻ ദൈവം കൃപ. ഇവിടെ നിങ്ങൾ പ്രാർത്ഥനയോട് ശ്രദ്ധിക്കണം. ഒരു ദൂതാണ്, ഒരു പ്രവചന ശബ്ദം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളിച്ച് ദൈവം അതിനോട് പറയാം. കർത്താവിനോട് നിലനിൽക്കുന്ന ദൈവം ഇതിൽ അവള് കൊണ്ടുവന്നില്ല. അവൾ കൊണ്ടുപോകാൻ പോകുന്നതിന് മുമ്പ് തന്നെ, കാരണം ആദ്യം വെള്ളം അവളോട് ചോദിച്ചപ്പോൾ തന്നെ അവൾ പോകാൻ തയ്യാറായി. അനുസരിക്കുന്നവരോടുകൂടിയാണ്. ദൈവത്തിന്റെ കമാൻഡ്മെന്റ് അവിടെ ഹൃദയത്തിൽ കിടക്കുകയാണ്. സ്വർഗം അവളുടെ ഹൃദയത്തോട് കൽപ്പിച്ചത് അവിടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് അവൾ മൂവ് ചെയ്യുന്നത്. ഞാൻ നന്ദിയോട് സ്തുതിക്കുന്നു. അതിന് വാതിലുകളെ തുറന്നവരുണ്ട്. എത്രയൊക്കെ മനസ്സിലായ സന്ദേശം അനുസരിക്കാൻ തയ്യാറായതോടാണ്. അഡ്വാൻസിൽ ദൈവം പറയുകയാണ്. അതാണ് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ചോദിക്കുന്ന ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. ഒരിക്കലേ ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞ്, ഒരു ഭൂമിയുടെ ഇടപാട് നടക്കുമ്പോൾ ടോക്കൺ അഡ്വാൻസ് കൊടുക്കാം, അല്ലെങ്കിൽ പകുതി തുക കൊടുക്കാം, കുറച്ച് കൊടുക്കാം, മുഴുവൻ കൊടുക്കാം. പക്ഷെ ഏറ്റവും വിശ്വസ്തരാണെങ്കിൽ ആ കരാർ എഴുതുമ്പോൾ തന്നെ വേണേൽ മൊത്തം തുകയും കൊടുക്കാൻ. പരസ്പര വിശ്വാസം. ദൈവത്തിന് മുൻപേ അഡ്വാൻസിൽ നന്ദി പറഞ്ഞോണം. ഇവിടെ പോകുന്ന സ്ത്രീയോടാ പറയുന്നത്. അല്ല, അവൾ അപ്പം കൊണ്ടുവരട്ടെ പാസ്റ്ററെ, അവരെ അനുസരിക്കുമെന്ന് അറിയട്ടെ, അവൾ ആദ്യത്തെ ജീവമെന്ന് അറിയട്ടെ. അറിയാം, പാസ്റ്ററേക്കാൾ കൂടുതൽ, അഭിഷിക്തന്മാരെ കൂടുതൽ ദൈവത്തിനറിയാം. എലിയാവ് അത് ദർശിക്കുകയാണ്. ഇതാ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ അരുളപ്പാട് നീ കേട്ടോ, ദേശത്ത് ദൈവം മഴ പെയ്യ്ക്കും വരെ, ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളിച്ചെയ്തു. എപ്പോഴാ? ആമേൻ. അക്ഷാമത്തിന് നടുവിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ. എപ്പോഴാ? ആ ഇല്ലായ്മയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. പലരും പറയും, ഭാഷ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഒന്ന് സമ്പന്നത വരട്ടെ. പണ്ടൊരു അച്ചായനോട് പറഞ്ഞു, ലോട്ടറി ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷേ ആ ടിക്കറ്റ് അടിച്ചാൽ കൊടുക്കത്തില്ല. അച്ചായൻ അടിക്കത്തുമില്ല. അച്ചാനോട് പറഞ്ഞു, അച്ചാൻ അടിക്കത്തുമില്ല, അച്ചാൻ ആർക്കും കൊടുക്കത്തില്ല. ആമേൻ. ഇതിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, അല്പത്തിൽ നീ ചെയ്യുന്ന ഹൃദയങ്ങളെ അറിയുന്ന ദൈവം. നീ ഏതിനെയാണ് മുന്നും പ്രാധാന്യം കൊടുക്കുന്നത്? നീ അവന്റെ രാജ്യത്തിനാണോ, അവന് വേണ്ടിയാണോ? ബാക്കി തരാൻ സ്വർഗത്തിലെ ദൈവം ശക്തരാണ്. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞ, വർഷങ്ങൾക്ക് മുമ്പ് വളരെ തകർന്ന് ഇറങ്ങി പുറപ്പെട്ടൊരു ഘട്ടങ്ങളിൽ ഒരു നന്മ, ഒരു അദ്ദേഹം ഭൂമിയിലില്ല. ഒരു ദേവദാസന്റെ അനിയനാൽ
അദ്ദേഹം ഒരു ശുശ്രൂഷകനുമാണ്, ഒരു എഞ്ചിനീയർ. അദ്ദേഹം എൻ്റെ വന്ന് വളരെ താല്പര്യത്തോടെ ഒരു സീഡ്, വലിയ എമൗണ്ട് ആണെന്ന് ചോദിച്ചാൽ വലിയ എമൗണ്ട്, എന്നെ സംബന്ധിച്ച് അത് ഏറ്റവും വലുതായിരുന്നു. അദ്ദേഹം ഇനി ഒരു ആവശ്യത്തിന് എടുത്തോളാനും പറഞ്ഞു. പക്ഷേ ദൈവം എന്നോട് ഇടപെട്ട്, നീ അത് ഉപയോഗിക്കില്ല. ഞാൻ അന്ന് പ്രത്യേക ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു വിത്തായിട്ട്, ഒരു സീഡായിട്ട് നീ അത് ദൈവരാജ്യത്തിന് വിതയ്ക്കാൻ പറഞ്ഞു. അപ്പൊ എൻ്റെ ഭാര്യയും പറഞ്ഞു, ഞങ്ങൾക്ക് അന്നും ഇന്നും വിശ്വസ്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ദശാംശം കർത്താവ് തരുന്നത് കൃത്യമായിട്ട് കർത്താവിന് അതിന് കൂടുതലായി ഇപ്പോൾ ഓഹരി പോലെ തന്നെ അഡ്വാൻസിലി ഒരു എമൗണ്ട് കർത്താവിന്. അങ്ങനെ ഞങ്ങൾ ഇന്നും വിശ്വസ്തോടെ ചെയ്യാൻ ദൈവം, അതുകൊണ്ട് കാര്യങ്ങളെല്ലാം ദൈവം ക്രമീകരിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ എൻ്റെ വൈഫും പറഞ്ഞു, ഇത്ര തുകയില്ലേ, അത് ദശാംശം കൊടുക്കാം. ഞാൻ പറഞ്ഞു, അല്ല, കർത്താവിൻ്റെ പറയുന്നത് അത് വേറൊരു നിലത്ത് നീ വിതയ്ക്കണം എന്നിവിടെ സ്തുതിക്കുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എൻ്റെ ഭാര്യയ്ക്കും പക്ഷെ അവളത് എതിരൊന്നും പറഞ്ഞില്ല, എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യാത്തൊരു കാലയളവായിരുന്നു അന്ന്. പക്ഷെ വേറെ ദൈവദാസൻ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം അതിൻ്റെയൊക്കെ ഒത്തിരിയും 1000 മടങ്ങെന്ന് വേണേൽ, പല 100 മടങ്ങെന്ന് പറയാം, ദൈവ ആ വിഷയത്തിൽ അത്ഭുതം ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പഠിപ്പിച്ചോണ്ടാണ് വിളിച്ച് പറയുന്നത് കേട്ടോ. വിശ്വാസത്തോടെ പരിശുദ്ധാത്മ വിളിച്ച് പറയുകയാണ്, ആമേൻ. ചില ദൂതുകൾ നിന്റെ കലത്തിലെ മാവ്, നിന്റെ എണ്ണ, കർത്താവിന് വേണ്ടി നീ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നീ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം വിശ്വസ്തന. ഞാൻ നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. പലപ്പോൾ നമുക്കറിയാം, സോഷ്യൽ മീഡിയകളിലൊക്കെ നമുക്ക് ഇങ്ങനെ കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ വലിയ വിമർശനങ്ങൾ, അങ്ങനെ ചെയ്യല്ല, ഇങ്ങനെ ചെയ്യല്ല. അവരുടെ അജ്ഞത കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. എൻ്റെ അനുഭവം പറയാം. ദൈവത്തിന് വേണ്ടി കറക്റ്റ് കൊടുക്കുന്ന നമ്മുടെ ഇവിടെ ടെക്നോ പാർക്കിൽ ഒരു കുടുംബത്തെ എനിക്കറിയാമായിരുന്നു. വളരെ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു മകള്. ആമേൻ. അവൾ കൃത്യമായി കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കൃത്യതയോടെ അവ കിട്ടുന്ന ആദ്യം അവിടെ അക്കൗണ്ടിൽ വരുമ്പോൾ ആദ്യം ദൈവരാജ്യത്തിന് വേണ്ടി അവിടെ ടൈത്ത് നമുക്ക് എത്ര ഉണ്ടോ ആ കൃത്യമായിട്ട് 30,000 ആണോ 3,000 രൂപ കറക്റ്റ് അക്കൗണ്ടിൽ അയക്കുവാൻ. ജോലി വല്ലാത്തൊരു പ്രതിസന്ധി വന്നപ്പോൾ അവിടെ കൂടെ ഉള്ളവരെയെല്ലാം പറഞ്ഞു വിടുമ്പോൾ ഈ സാക്ഷ്യം വളരെ ഗൗരവപരമായിട്ട് കേൾക്കണമേ. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. എല്ലാവരെയും പറഞ്ഞു വിടുമ്പോൾ അതിൻ്റെ മാനേജ്മെൻ്റ് ഒന്നും വിശ്വാസികളോ പെന്തിക്കോസ്തൊന്നും അല്ല, പ്രാർത്ഥിക്കുന്നവരല്ല, ഒരു സാധാരണ ഒരു മനുഷ്യരാണ്. സാധാരണ അവരുടെ വിശ്വാസം അങ്ങനെ ഒരു എന്തുവാണ് പോലെ, ഏത് റിലീജിയനാണെന്ന് പോലും അറിയത്തില്ല. പക്ഷേ അവർ പറയുന്ന ഒരു വാക്കുണ്ട്, ഒരു തരത്തിൽ ഇദ്ദേഹത്തിന് പോകാനൊക്കുന്നില്ല. പക്ഷേ കൃത്യമായിട്ട് കൊടുക്കുന്ന സാലറി വളരെ ഡിലേ ആയി വരികയാണ്. ഈ ഡിലേ ആയി വരുമ്പോൾ തന്നെ നമുക്കറിയാം, എവിടെയെങ്കിലും അങ്ങനെ ഒരു വന്നു കഴിയുമ്പോൾ ചിന്തിച്ചു, അവിടെ എന്തോ ഒരു സംതിങ് റോങ്, എന്തോ ഒരു ഷോർട്ടേജ് അവിടെ വന്നിട്ടുണ്ട്. പലർക്കും പേപ്പർ കൊടുത്ത് പറഞ്ഞു വിടുമ്പോൾ, എനിക്കറിയാമായിരുന്നു ആ കുടുംബത്തെ, പേപ്പർ കൊടുത്തു വിടുമ്പോഴും ഒരു ഉറപ്പുണ്ടായിരുന്നു കൃത്യമായിട്ട് ദൈവത്തിന് കൊടുക്കുക. അത് ദൈവത്തിന് കൊടുക്കുന്ന കാര്യങ്ങളൊന്നും അവർക്കറിയത്തില്ല. വിധവയോട് ആത്മാവിൽ ദൈവം സംസാരിച്ച പോലെ ദൈവം അവിടെ ഇടപെടുകയാണ്. അവസാനം ഈ മകൾ എന്ത് ചെയ്യാന്നറിയാം, അവള് എന്തേലും ആയിക്കോട്ടെ, അവൾ ആരോടും ചോദിക്കാതെ അവൾ ഒരു ജോലിക്ക്, ഒരു ഇന്റർവ്യൂവിന് അവൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ആ ഇന്റർവ്യൂവിന് അവൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ എടുക്കുകയാണ്, സെലക്ട് ചെയ്യുകയാണ്. ഓഫർ ലെറ്റർ അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഒരു കമ്പനി ഇടപെടുമ്പോൾ അവർ പറഞ്ഞു, അതിനെന്തോ, അപ്പം അതിന് ഇത്ര സമയം കാലയളവ് കഴിഞ്ഞ് അത് കൊടുക്കാനൊക്കത്തില്ല, എങ്കിലും പറയാം നിങ്ങൾക്ക് വേണേൽ നാളെ തരാം, എവിടെയാണ് ജോയിൻ ചെയ്തു. എന്നിട്ട് ആ മാനേജ്മെന്റ് പറഞ്ഞൊരു കാര്യം പറഞ്ഞോട്ടെ, പലരെ വിടുമ്പോഴും ഞങ്ങൾക്ക് ഐ ഡോണ്ട് നോ, ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾക്ക് എന്തോ ഒരു ഫേവർ, നിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് വിടാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല, എന്തോ ഞങ്ങളെ തടയുന്നു. അവസാനം അവർ പെട്ടെന്ന് ഇത് റിലീസ് ലെറ്റർ കൊടുത്തു. അതിനുശേഷം ആ മറ്റേ കമ്പനിയിൽ പോകുന്ന അവിടുത്തെ ഓഫർ ലെറ്റർ മേടിച്ചോണ്ടോ ഇവിടെ പെട്ടെന്ന് റിലീസ് ചെയ്ത് കൊടുത്തു വിടുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ തമാശയാ, പറയാനും എഴുതാനും ഒക്കെ നല്ല രസമാണ്. പക്ഷെ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് തർക്കിക്കല്, ആത്മാവിലുള്ള കാര്യങ്ങളെക്കുറിച്ച് തർക്കിക്കരുത്. ഡോക്ടർ കൃത്യമായിട്ടൊരു പേഷ്യന്റിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുമ്പോൾ ആമേൻ ഹാലേലൂയ അവരോട് തർക്കിക്കാൻ പോകില്ല. അവർക്കറിയാം, അവർ പഠിച്ചവരാണ്, അവർക്കത് പരിചയമുണ്ട്. ആത്മാവിൽ നടക്കുന്ന വ്യക്തികൾക്ക് ആത്മാവിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തെ നീ ഓണർ ചെയ്യുമ്പോൾ, ദൈവത്തിന് നീ പ്രാധാന്യം കൊടുക്കുമ്പോൾ, ദൈവത്തിന്റെ വഴിയിൽ നീ നടക്കുമ്പോൾ ഏത് പ്രശ്നങ്ങളാണ് അവിടെ ദൈവം ഹാൻഡിൽ ചെയ്യും. അവിടുന്ന് നല്ലൊരു ജോലി മകൾക്ക് കിട്ടിയെന്ന് മാത്രമല്ല, കമ്പനിയുമായിട്ട് ഇന്നും നല്ല ബന്ധമാണ്. അതിനെ കുഞ്ഞുങ്ങളെയും പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഒരു പ്രാവശ്യം പോലും കുഞ്ഞെ നീ എവിടെയെങ്കിലും നോക്കിക്കോളാൻ അവർ പറഞ്ഞില്ല. ഒരു പ്രാവശ്യം പോലും ടെർമിനേഷൻ അവർ ലെറ്റർ കൊടുത്തില്ല. ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെയാണ് ആദ്യത്തെ അപ്പവും അടയും. ഞാൻ തൊട്ടുപോവുകയാണ്. ദേശത്ത് ക്ഷാമമുള്ള കാലത്തിലെ മാവ് ഞാൻ നിർത്താൻ പോയ സന്ദേശം, കാലത്തിലെ മാവ് എണ്ണ കുറഞ്ഞു പോകത്തില്ല. ദൂതാണ് നിന്നോട്.